കുറ്റക്കാരായ നേതാക്കന്മാരെ ശിക്ഷിക്കുന്നതിന് പകരം സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സമീപനമാണ് സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ടി.എൻ. പ്രതാപന് അതിനുശേഷം മണലൂരിൽ സീറ്റ് നൽകുകയും അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കുകയും ചെയ്യുന്നത്. മുരളീധരൻ വലിയ രീതിയിൽ ക്ഷുഭിതനാവുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം വരെ നടത്തി. കോൺഗ്രസിന്റെ ഒരു ഭാഗം ഇദ്ദേഹത്തിനിട്ട് പണി കൊടുത്തു എന്നുള്ളത് മുരളീധരന് മനസ്സിലായി, സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലായി, എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മനസ്സിലായി ഇതാണ് സംഭവിച്ചത്. ഇതൊക്കെ പറയുമ്പോഴും പരസ്പരം പാരവെക്കുകയും കാലുവാരുകയും അവർക്ക് താല്പര്യമില്ലാത്ത ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാക്കന്മാരെ ഏത് വിധേനയാണ് പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ടി.എൻ. പ്രതാപന് ഭയങ്കര വേറെ മെച്ചമുള്ളതെന്ന് ഒരു പരിചയമില്ലെങ്കിൽ പോയി പ്രധാനന്റെ അടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് അനിയ അത്ര കാലമായി കണ്ടിട്ട് നിൽക്കും. അതാണ് ടി.എൻ. പ്രതാപൻ. നമസ്കാരം. നമസ്കാരം. ടി.എൻ. പ്രതാപൻ തൃശ്ശൂർ MP ആയിരുന്നു. അതിനുമുമ്പ് നാട്ടിക, കയ്പമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കൊടുങ്ങല്ലൂർ നാട്ടികയിലാണ് 2 സ്ഥലങ്ങളിൽ നിന്നുള്ള MLA ആയിരുന്നു. അതിനുശേഷം ഇനി പാർലമെന്ററി മത്സരത്തിനില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് 2016 അദ്ദേഹം മത്സര രംഗത്തു നിന്നൊക്കെ മാറി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു പരാജയ ഭീതി കൊണ്ട് തന്നെയാണ് ആ മാറ്റം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനുശേഷം പിന്നീട് അദ്ദേഹം 2019 ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ ടി.എൻ. പ്രതാപൻ നല്ലൊരു നാടക നടനാണ് എന്നുള്ള കാര്യം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നമ്മൾ കണ്ടതാണ്. യുവദാസിൻ്റെ ആ ഒരു ചുംബനം പോലെ കെ മുരളീധരൻ ഒരു ചുംബനം ഒറ്റുകൊടുത്ത വ്യക്തി കൂടിയാണ് ടി.എൻ. പ്രതാപൻ എന്ന് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ വയ്യ. എങ്കിലും കൂടുതലായിട്ട് നമ്മൾ ഈ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ന് പ്രതാപനെതിരെ ഒരു 8 കോടിയുടെ വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. അത് മുൻ DCC ഭാരവാഹി കൂടിയാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ടി.എൻ. പ്രതാപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്ക് ആണോ അതോ ഒറിജിനൽ ആണോ? ടി.എൻ. പ്രതാപൻ മാസ്ക് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം ടി.എൻ. പ്രതാപൻ എന്താണെന്ന്. ടി.എൻ. പ്രതാപൻ ഗംഭീര അഭിനേതാവാണ്. അദ്ദേഹം ആരെ കണ്ടാൽ അഭിനയിക്കും, എല്ലാവരിടത്തും വളരെ സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തും, പല തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ആളുകളെ പറ്റിക്കുകയും ചെയ്യും. ഇതാണ് ടി.എൻ. പ്രതാപൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബഹുകേമൻ. എല്ലാ ആളുകളെയും പറ്റിക്കാൻ പറ്റുന്നുണ്ടാണ് അയാൾ ബഹുകേമൻ എന്ന് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവും, അല്ലെങ്കിൽ സിറ്റിംഗ് MP ആയ ടി.എൻ. പ്രതാപനായിരിക്കും തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം ഏതാണ്ട് 2 ലക്ഷത്തോളം പോസ്റ്ററുകൾ പ്രിൻ്റ് ചെയ്യുകയും അതിലേതാണ്ട് പകുതിയോളം പോസ്റ്ററുകൾ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ചുമരെഴുത്തുകളും വളരെ സജീവമായി നടന്നുകൊണ്ടിരുന്നു. ഇത് AICC നേതൃത്വം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ നടന്ന സംഭവമാണെന്ന് ആലോചിക്കണം. പക്ഷേ ഏറ്റവും അവസാനം ടി.എൻ. പ്രതാപൻ മാറി നിൽക്കട്ടെ എന്നും പകരം കെ മുരളീധരൻ അവിടെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കെ മുരളീധരൻ്റെ സഹോദരിയും ലീഡർ കെ കരുണാകരൻ്റെ മകളുമായ പത്മജ ഏറ്റവും അവസാന ലാപ്പിൽ ഇലക്ഷൻ്റെ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവർ BJPയിലേക്ക് ചുവടുമാറ്റം നടത്തിയതിനെ തുടർന്ന് അവിടെ വലിയ തോതിൽ അടിയൊഴുക്കുകൾ ഉണ്ടാവും എന്നുള്ള നിശ്ചയത്താൽ അല്ലെങ്കിൽ തീരുമാനത്താലാണ് ഈ കോൺഗ്രസ് നേതൃത്വം മുരളീധരനോട് പറന്ന് തൃശ്ശൂരിൽ ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയപ്പോഴാണ് ഈ ഒരു മാറ്റം. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി ടി.എൻ. പ്രതാപൻ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ ടി.എൻ. പ്രതാപൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായിരുന്നില്ല. ദിവസങ്ങൾ നീണ്ട ചർച്ചയാണ് ഇത് സംബന്ധിച്ച് ഡൽഹിയിൽ നടന്നത്. അനിൽ അക്കരെ പോലുള്ള നേതാക്കന്മാർ ടി.എൻ. പ്രതാപന് വേണ്ടിയിട്ട് അവസാന ഘട്ടം വരെ വാദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണെന്നും ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ള പ്രഖ്യാപനം വന്നതോടുകൂടിയാണ് ടി.എൻ. പ്രതാപൻ പിൻവാങ്ങിയത്. അന്ന് തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം വളരെ ശക്തമായി ആരോപിച്ചിരുന്നു ടി.എൻ. പ്രതാപൻ ഇതിന് കൃത്യമായി പണി കൊടുക്കും എന്നുള്ളത്. റിസൾട്ട് വന്നപ്പോൾ ടി.എൻ. പ്രതാപൻ പണി കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ഒരു ഭാഗത്ത് നിൽക്കട്ടെ, മുരളീധരന് വലിയ പണി കിട്ടി എന്നുള്ളതാണ്. ഇതോടുകൂടി ടി.എൻ. പ്രതാപനും അദ്ദേഹത്തിൻ്റെ സംഘങ്ങളും വലിയ സംശയത്തിന് നിഴലിലാവുകയും മുരളീധരൻ DCCക്ക് പരാതി നൽകുകയും എന്നാൽ ഈ പരാതിയിലൊന്നും വലിയ തരത്തിലുള്ള ചർച്ചകളൊന്നും നടത്താതിരിക്കുകയും ചെയ്തതോടുകൂടി മുരളീധരൻ വലിയ രീതിയിൽ ക്ഷുഭിതനാവുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം വരെ നടത്തി. കോൺഗ്രസിൻ്റെ ഒരു ഭാഗം ഇദ്ദേഹത്തിനിട്ട് പണി കൊടുത്തു എന്നുള്ളത് മുരളീധരന് മനസ്സിലായി, സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലായി, എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മനസ്സിലായി ഇതാണ് സംഭവിച്ചത്. ഇതിൻ്റെയൊക്കെ പുറകിൽ അന്ന്
ടി എൻ പ്രതാപനും സംഘമാണെന്ന് പറയാതെ പറയുകയായിരുന്നു മുരളീധരൻ. പക്ഷേ നമ്മൾ കണ്ടു പിന്നീട് DCCയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും പുനഃസംഘടനയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഈ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടി എൻ പ്രതാപനെതിരെയോ അനിലക്കരയ്ക്കെതിരെയോ ഒന്നും വലിയ നീക്കങ്ങളൊന്നും കോൺഗ്രസിൽ ഉണ്ടായില്ല എന്ന് നമ്മൾ കാണണം. കുറ്റക്കാരായ നേതാക്കന്മാരെ ശിക്ഷിക്കുന്നതിന് പകരം സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സമീപനമാണ് സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ടി എൻ പ്രതാപന് അതിനുശേഷം മണലൂരിൽ സീറ്റ് നൽകുകയും അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കുകയും ചെയ്യുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിലാണ് മണലൂരിൽ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരുന്നെങ്കിൽ പോലും ടി എൻ പ്രതാപൻ മുരളീധരന്റെ തോൽവിക്ക് ഏതെങ്കിലും തരത്തിൽ കാരണമായെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമീപനമാണെങ്കിൽ കോൺഗ്രസ്സുകാർ ഇനിയും കുറേ അധികം വില കൊടുക്കേണ്ടി വരും ഇതിനൊക്കെ എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും അവസാനത്തെ ദിവസം എന്നുള്ള നിലയിലാണ് ഈ 8 കോടിയോളം രൂപ മേടിച്ചാണ് മുരളീധരനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമം നടത്തിയത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് എന്തുകൊണ്ട് 2 വർഷക്കാലം ആരും പറഞ്ഞില്ല, കോൺഗ്രസ്സിൽ ആരും പറഞ്ഞില്ല എന്നുള്ളത് നമ്മളിൽ സംശയിക്കേണ്ടത്. ഇത് നേരത്തെ തന്നെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലും വലിയ ചർച്ചയായിരുന്നെങ്കിൽ പോലും ആരും ഈ സത്യം തുറന്നു പറയാൻ തയ്യാറായില്ല എന്നുള്ളത്. ഇപ്പോൾ 8 കോടി രൂപയോളം മേടിച്ചു എന്നുള്ളതിന് തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലാതെ വെറുതെ പറയുകയല്ല. അപ്പോൾ തീർച്ചയായും ഈ ഇതിലൊന്നും വിഹിതമൊന്നും കിട്ടാത്തവരായിരിക്കും ചിലപ്പോൾ തുടർന്ന് കുറച്ചിലൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മളിൽ കാണേണ്ടത് കോൺഗ്രസ് ഭരണത്തിൽ വരുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളല്ല കോൺഗ്രസിൽ ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ്. പണത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ വിജയത്തിന് വേണ്ടിയും ഗ്രൂപ്പ് മാത്രം മതി എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന നേതാക്കന്മാരാണ് ഇപ്പോഴും കോൺഗ്രസ്സിലുള്ളത്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പറയുന്നു കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരും ഒരുമിച്ച് നിൽക്കുകയാണ്, ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇത്രയും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഐക്യമാണ് കേരളത്തിലെ കോൺഗ്രസിനിടയിൽ ഉള്ളതെന്നാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പരസ്പരം പാരവെക്കുകയും കാലുവാരുകയും അവർക്ക് താല്പര്യമില്ലാത്ത ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാക്കന്മാരെ ഏത് വിധേനയാണ് പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കോൺഗ്രസിന്, തൃശ്ശൂരിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് ഏറ്റവും പ്രതാപമുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തരം പ്രതാപന്മാരുടെ കാലത്തോടുകൂടി നശിക്കുന്ന കാഴ്ചയാണ് നമ്മളിൽ കാണുന്നത്. ഇത് വലിയ അപകടകരമാണ്. ഇതേ ആരോപണം തന്നെ ഈ നേരത്തെ പത്മജ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ എന്നെ കാലുവാരി തോൽപ്പിച്ചു. അല്ല, തൃശ്ശൂർ കാലുവാരി തോൽപ്പിച്ചല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ 25 ലക്ഷം രൂപ അത് ചോദിച്ചു എന്നുള്ളത് മാത്രമല്ല, തൃശ്ശൂരിൽ കാലുവാരി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരും അണികളും ചേർന്ന് തന്നെ കാലുവാരി തോൽപ്പിച്ചു എന്ന് നമ്മൾ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്മജ നേരത്തെ. എങ്കിലും ഞാൻ കോൺഗ്രസ്സുകാരിയായി തുടരും എന്ന് പറഞ്ഞിട്ട് കൃത്യം 20ാമത്തെ ദിവസമാണ് അവർ BJPയിലേക്ക് മാറുന്നതൊക്കെ. അതിനുശേഷമാണ് ഈ കോൺഗ്രസിനെ തൃശ്ശൂരിലും ആകെ ഇളക്കി പറിച്ചു. ഇപ്പം തേറമ്പൻ രാമകൃഷ്ണൻ പോലുള്ള നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ട് പോലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എന്നുകൂടി നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് ഈ ടി എൻ പ്രതാപനെ പോലെയുള്ള വലിയ നടന്മാരെ വെച്ച് എങ്ങനെയാണ് കോൺഗ്രസ് ഇനി ഭരണം തിരിച്ചുപിടിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാഴ്ചയാണത്. ഇതിനകത്ത് വേറെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണലൂരിൽ BJP വോട്ടുകൾ ടി എൻ പ്രതാപന് കിട്ടുകയും അതോടൊപ്പം തന്നെ ഗുരുവായൂര് കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് B ഗോപാലകൃഷ്ണൻ അവിടെ അങ്ങനത്തെ ഒരു ഡീലിന്റെ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ലത്. അല്ല, ഇപ്പം ഈ സമാനമായ ഡീലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. തിരുവല്ലയും റാന്നിയുമായിട്ടുള്ള പലതരത്തിലുള്ള ഡീലുകൾ പല സ്ഥലങ്ങളിലും സംസ്ഥാനം നടക്കുമെന്നുള്ള ചർച്ച വ്യാപകമാണ്. പക്ഷെ നമ്മൾ ഇതിൽ കാണേണ്ടത് മണലൂർ ഇദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇന്നലെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന മറ്റൊരു വലിയ ആരോപണമുണ്ട്, കിറ്റ് വിവാദം. ഇപ്പം കിറ്റ് വിവാദം ഞാനാണ് ജനങ്ങളെ അറിയിച്ചതെന്നും ഒടുവിൽ ഞാൻ ഇപ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണെന്നാണ് ടി എൻ പ്രതാപൻ്റെ ഒരു പ്രസ്താവന. എന്താണ് ടി എൻ പ്രതാപനും അതുപോലെ തന്നെ BJP നേതൃത്വമായിട്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ ഈ നേരത്തെ നടന്ന, അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് 8 കോടി രൂപ മേടിച്ചു എന്നുള്ളതും ഇന്നലത്തെ കിറ്റ് വിവാദവും അതിൽ എങ്ങനെയാണ് ടി എൻ പ്രതാപൻ ഇടപെട്ടതെന്ന് പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഒറ്റ കണ്ണികളായിട്ട് വരുന്ന കാഴ്ച. തീർച്ചയായിട്ടും ടി എൻ പ്രതാപൻ മാത്രമാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ ടി എൻ പ്രതാപൻ മാത്രമേ ഇത് കണ്ടെത്തും. അതുപോലെ തന്നെ അനിലക്കരയും ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ കണ്ടെത്തുന്ന ആളാണ്. പക്ഷെ അനിലക്കര ഇതൊന്നും കണ്ടെത്തിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇത് ഈ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വലിയ ദോഷം ചെയ്യുന്നുള്ള കാര്യം CID പ്രതാപനാണപ്പോൾ. CID പ്രതാപനാണ്. ടി എൻ പ്രതാപൻ എന്നുള്ള പാർട്ടി CID പ്രതാപൻ വിളിക്കേണ്ടതാണ്. പിന്നെ മാത്രമല്ല, CID പ്രതാപന് ഭയങ്കര വേറെ മെച്ചമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പരിചയമില്ലെങ്കിൽ പോയി പ്രധാനന്റെ അടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് അനിയ അത്ര കാലമായി കണ്ടിട്ട് നിൽക്കും. അതാണ് ടി എൻ പ്രതാപൻ. ആരെ കണ്ടാലും ദീർഘകാലമായി പരിചയത്തിനെ പോലെ തന്നെ പെരുമാറും. അതുപോലെ തന്നെ വലിയ സമ്പന്നന്മാരുമായിട്ട് അദ്ദേഹത്തിന് വലിയ ആത്മബന്ധമുണ്ട് നമ്മൾ കാണണം. അദ്ദേഹം പറയുന്നത് എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു വേണമെങ്കിൽ ഇതുപോലെയുള്ള കുറേ ആളുകളായിട്ട് ബന്ധം ഉണ്ടാവണമെന്നും ഞാൻ
നിർധനരായ നിരവധി യുവാക്കൾക്ക് ആശ്രയവും ആവേശവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിരവധി പേർക്ക് വിവാഹം കഴിക്കാനുള്ള ധനസഹായം നൽകുന്നു, അതുപോലെ തന്നെ നിരവധി കുട്ടികൾക്ക്, നിർധനരായ കുട്ടികൾക്ക് പഠിക്കാനൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ പോലും ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാപട്യങ്ങളുടെ വിവിധ മുഖങ്ങളാണ് നമ്മളിൽ കാണേണ്ടത്. അദ്ദേഹം അവിടെ ആംബുലൻസ്, സൗജന്യ ആംബുലൻസ്, അങ്ങനെയുള്ള കുറേ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ അദ്ദേഹത്തിന് കൃത്യമായ അജണ്ടകളുണ്ട്. ഈ അജണ്ടകൾ തന്നെയാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മുഖംമൂടി അണിഞ്ഞ മറ്റൊരു മുഖം കൂടിയാണ് പ്രതാപൻ്റെ നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് ഇത്തരം നേതാക്കന്മാരെയൊക്കെ കൊണ്ടു നടക്കുന്നത് കോൺഗ്രസിന് അലങ്കാരമല്ല, ആപത്താണ് എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്.